സിഗ്നേച്ചർ ഗിഫ്റ്റായി ലഭിക്കുന്നു. കോക്കോ ടേസ്റ്റി കോക്കനട്ട് ഓയിൽ. സാറ്റിസ്ഫൈ യുവർ ടേസ്റ്റ്. മകരവിളക്കിനൊരുങ്ങിയ സന്നിധാനം ഇന്ന് പുലർച്ചെ മകരവിളക്കിന് മുന്നോടിയായി മകര സംക്രമ പൂജയും സംക്രമാഭിഷേകവും കഴിഞ്ഞു. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന വൈകിട്ട് 6:30 ഉണ്ടാവുക. ശബരിമല സന്നിധാനത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഡി ബിനോയിലേക്ക്. ശബരിമലയും പരിസരവുമെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇന്ന് വെളുപ്പിന് 2:46 സംക്രമ പൂജയും സംക്രമാഭിഷേകവും കഴിഞ്ഞതോടെ മകരവിളക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ചടങ്ങ് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉഷപൂജയും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉച്ചപൂജയ്ക്കുള്ള കാത്തിരിപ്പാണ്. ഉച്ചപൂജ കഴിഞ്ഞാൽ നടയടയ്ക്കും. പിന്നീട് 5 മണിക്കായിരിക്കും നട തുറക്കുക. 5 മണിക്ക് നട തുറന്ന ശേഷം 5:15 തിരുവാഭരണ സംഘത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ശരംകുത്തിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പുറപ്പെടും. ഇന്നലെ ആണ് ലാഹയിലെത്തിയ തിരുവാഭരണ സംഘം. ഇന്ന് ലാഹ സത്രത്തിൽ നിന്നും പൂർണ്ണമായും വനത്തിലൂടെയുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 1 മണിയോടുകൂടി വല്യാനവട്ടത്ത് എത്തിച്ചേരും. വല്യാനവട്ടത്ത് വെച്ച് അയ്യപ്പ ഭക്തരും ഒപ്പം ദേവസ്വം ബോർഡ് അധികൃതരും ചേർന്ന് ഈ തിരുവാഭരണ സംഘത്തെ സ്വീകരിക്കും. ഏകദേശം 2 മണിക്കൂർ സമയം തിരുവാഭരണ സംഘം വല്യാനവട്ടത്ത് വിശ്രമിക്കും. അതിനുശേഷം 3 മണി കഴിയുന്നതോടുകൂടി തന്നെ വീണ്ടും ഞുണങ്ങാർ കഴിഞ്ഞ് നീലിമലയുടെ മുകളിലെത്തും. അവിടെ നിന്ന് അപ്പാച്ചിമേടും കഴിഞ്ഞാണ് ശബരിപീഠത്തിലെത്തുക. ശബരിപീഠത്തിൽ ഏകദേശം 1 മണിക്കൂറോളം സമയം തിരുവാഭരണ സംഘം വിശ്രമിക്കും. അതിന് തൊട്ടു പിന്നാലെ എത്തുന്നത് മരക്കൂട്ടമായിരിക്കും. മരക്കൂട്ടത്തും തിരുവാഭരണ സംഘത്തിന് വലിയ സ്വീകരണമുണ്ട്. അതിനുശേഷം ശരംകുത്തിയിൽ വെച്ചാണ് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി ഈ തിരുവാഭരണ സംഘത്തെയും തിരുവാഭരണ പേടകത്തെയും സ്വീകരിക്കുക. പിന്നീട് തീവെട്ടിയുടെയും വാദ്യമേളങ്ങളുടെയും കർപ്പൂര ആഴിയുടെയും ഒക്കെ അകമ്പടിയോടുകൂടി ഈ സംഘം നേരെ സന്നിധാനത്തേക്ക് തിരിക്കും. 18ാം പടി കയറി വരുന്ന 1ാം പേടകത്തെ ദേവസ്വം മന്ത്രിയും പ്രസിഡന്റും അടങ്ങുന്ന സംഘം സ്വീകരിച്ച് നേരെ ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും. പിന്നീടാണ് ഈ തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. ദീപാരാധനയ്ക്കൊടുവിൽ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയും. അത്തരത്തിൽ എല്ലാ ശബരിമല സന്നിധാനത്ത് മകരവിളക്ക് കാണുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 10 ഇടങ്ങളിലാണ് സന്നിധാനത്ത് മകരജ്യോതി ദൃശ്യമാകുന്നത്. അവിടെയെല്ലാം തന്നെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ വാഹനങ്ങൾക്ക് നിലയ്ക്കിൽ നിന്ന് നിയന്ത്രണമുണ്ടാകും. ഒപ്പം ശബരിമല സന്നിധാനത്തേക്ക് കയറുന്ന തീർത്ഥാടകർക്കും നിയന്ത്രണമുണ്ടാകും. അതുപോലെ മകരവിളക്ക് കഴിഞ്ഞ തീർത്ഥാടകർക്ക് പുറത്തേക്ക് വളരെ സുരക്ഷയോടുകൂടി പുറത്തേക്ക് പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി 4 പ്രധാനപ്പെട്ട വഴികളും പോലീസ് സജ്ജമാക്കിയിട്ടുണ്ട്. അങ്ങനെ തിരക്കില്ലാതെ ദർശനം കഴിഞ്ഞ് തീർത്ഥാടകർക്ക് പുറത്തു പോകുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എരുമേലിയിൽ പേട്ട തുള്ളിയ സംഘങ്ങൾ എത്തി. അവർ എരുമേലി പേട്ടയ്ക്ക് ശേഷം പമ്പാ സദ്യയും പമ്പ വിളക്കും കഴിഞ്ഞ് അവരും സന്നിധാനത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആചാരപ്രദമായ എല്ലാ ചടങ്ങുകളും മകരവിളക്കിന് മുന്നോടിയായുള്ളത് ഏകദേശം അന്തിമഘട്ടത്തിലേക്ക്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി ദർശനത്തിനാണ്. ശബരിമല സന്നിധാനത്തു നിന്നും സജി തറയലിനൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്. ശരണമന്ത്രം അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. അമൃത് വേണി ഹെയർ എലിക്സിർ